ഹാപ്പി ഈസ്റ്റർ. അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം സെറ്റായിട്ട് ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയേക്കണേ. ദൊണ്ണ ബിരിയാണി ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു കേക്ക്, അത് ട്രൈ അല്ല, ഫ്ലോപ്പ് ആവുമെന്ന് അറിയില്ല. നല്ലതാണെങ്കിൽ ഞാൻ നന്നായെന്ന് ഞാൻ പറയാം, നല്ലതായോ എന്ന് ഞാൻ പറയാം. പിന്നെ ഓരോരുത്തർ അവരുടെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ബാക്കി ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ. നമ്മുടെ നാട്ടിലുള്ളപ്പോഴും ഇവിടെ ഉള്ളപ്പോഴുമുള്ള ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഏറ്റവും വലിയൊരു വ്യത്യാസമാട്ടാ. നാട്ടിൽ നമ്മുടെ അപ്പനോ ചേട്ടന്മാരൊക്കെ ആയിരിക്കും കടയിൽ പോയിട്ട് ഇറച്ചി മീൻ ചന്തയിൽ പോയി മീനൊക്കെ മേടിച്ചിട്ട് വരാം. ഇവിടെ ഗ്രോസറി ഷോപ്പിങ്ങിൽ നിന്ന് തന്നെയാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് പോയി ഉന്തുവണ്ടിയിൽ സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്ത് ബില്ലൊക്കെ ചെയ്ത് സെറ്റായിട്ട് തിരിച്ചു വരുന്നത്. തലേ ദിവസം തന്നെ നമ്മൾ അത്യാവശ്യം ചില പരിപാടികൾ അൽത്തുകൊലത്ത് പരിപാടികൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം ചെയ്ത് വെച്ചിട്ട് നമ്മൾ പുറത്ത് ജസ്റ്റ് ഒന്ന് പാർക്കിലൊക്കെ ഒന്ന് പോയി ഒന്ന് റിഫ്രഷ് ആയി പാതിര കുർബാനയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇംഗ്ലീഷ് കുർബാനയൊക്കെ ഉണ്ടായി. നാട്ടിലായിരിക്കുമ്പോൾ ഒരു 1.5-2 മണിക്കൂറിൽ തീരേണ്ടതാണ്. പക്ഷെ ഇവിടെ വന്ന് ഇംഗ്ലീഷ് കുർബാന പെട്ടെന്ന് തീരുന്നുള്ള പ്രതീക്ഷയിൽ പോയത് ഈശ്വര 7:30 തുടങ്ങിയിട്ട് 11 മണിക്ക് അവസാനിച്ചത്. അതിലും വലിയ ഹൈലൈറ്റ് കുർബാനയുടെ ഇടയ്ക്ക് മാമോദീസ, സ്ഥൈലേപനം, കുർബാന സ്വീകരണം അങ്ങനെയുള്ള എല്ലാ കലാപരിപാടികളും ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ എൻജോയ് ദ പ്രോസസ്സ് എന്നാണല്ലോ പറയുക. ഈ അണ്ടാവിൽ കുത്തി നിറയ്ക്കുന്നത് ദൊണ്ണ ബിരിയാണി ആയിരുന്നു എൻ്റെ ഐറ്റം. നമ്മളിവിടെ പോട്ട്ലക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും പോട്ട്ലക്കാണ്. കുറേ പേര് കൂടി ഒരുമിച്ച് ഒരു വീട്ടിൽ വന്ന് ഓരോരുത്തർ ഓരോ ഐറ്റം ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പോൾ നമുക്ക് പണിയും എളുപ്പമാണ്. പിന്നെ 14 പേർക്ക്. ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കുറേ ബിരിയാണി ഉണ്ടാക്കണം. ഫ്ലോപ്പ് ആവുന്ന നല്ല പേടിയുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് ബിരിയാണിയുടെ ബാക്കി പരിപാടികൾ ചെയ്തപ്പോൾ ആദ്യം ബിരിയാണി കരിഞ്ഞു പോയി. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ കേക്ക് ഉണ്ടാക്കിയപ്പോൾ കേക്കിൻ്റെ ബാറ്റർ മുഴുവൻ താഴെ തട്ടിപ്പോയി. വീണ്ടും കേക്ക് ഉണ്ടാക്കി. അങ്ങനെ ആകെ അലം കൊലമായിരുന്നെങ്കിലും സംഭവം വളരെ സക്സസ് ആയിരുന്നു. ഓരോരുത്തരും ഓരോ ഐറ്റം ആയിരുന്നു. വിനി സർലാസ് ഉണ്ടാക്കി, മില ചിക്കനും ഇതൊക്കെ ഉണ്ടാക്കി, ചേച്ചി അപ്പവും സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ മൊത്തത്തിൽ കളറായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ മുട്ടപ്പരിപാടി ചെയ്യണം എന്നുള്ളത്. കാരണം കഴിഞ്ഞ പോലെ ഇതുപോലെ ബാംഗ്ലൂരായിരുന്നു അപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓർമ്മകൾ വീണ്ടും വീണ്ടും അയവർക്കുന്നത് നല്ല രസമല്ലേ. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ശരിക്കും ഭയങ്കര ഓർമ്മയായിരിക്കില്ലേ. അപ്പോൾ നാളെ അവരും വലുതാകുമ്പോൾ പറയുമല്ലോ ഈസ്റ്ററിന് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്ന്. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ വലിയവർക്കും ഇതുപോലുള്ള പരിപാടികൾ ശരിക്കും ഫണ്ണാണ്. ചുമ്മാ അടുക്കളയിൽ കുറേ കുക്കിങ്ങിന് പകരം ഇതുപോലത്തെ ഓരോ ഘട്ടം ഘട്ടമായി ഓരോ പരിപാടി ചെയ്യുമ്പോൾ മൊത്തത്തിൽ അടിപൊളിയാട്ടാ. എനിക്ക് ഈ പരിപാടി ഭയങ്കര ഇഷ്ടമായി. നാട്ടിലും ഇതുപോലെ തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. തരാ.